ഹായ് ഹലോ വെൽക്കം ടു ശ്രീ PSC കോഡ്സ്. ഇന്ന് നമ്മൾ ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ സവിശേഷതകൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ പാർട്ട് 4 വീഡിയോ ആണ് ചെയ്യുന്നത്. 1, 2, 3 വീഡിയോസിലായിട്ട് 7 സംസ്ഥാനങ്ങളായിട്ട് 28 സംസ്ഥാനങ്ങൾ ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. മറ്റ് വീഡിയോസിലെല്ലാം നമ്മൾ കോഡും കണക്ഷനൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. മറ്റ് വീഡിയോസ് കണ്ടിട്ട് ഇതും കൂടെ കണ്ട് ഈ ടോപ്പിക്ക് നമുക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് സിക്കിം നോക്കാം. അസോസിയേറ്റ് സ്റ്റേറ്റ് പദവി ഉണ്ടായിരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. അസോസിയേറ്റ് സ്റ്റേറ്റ് പദവി ഉണ്ടായിരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. തുറന്ന സ്ഥലത്ത് മലമൂത്ര വിസർജനം ഇല്ലാത്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. തുറന്ന സ്ഥലത്ത് മലമൂത്ര വിസർജനം ഇല്ലാത്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. നമുക്കിങ്ങനെ കണക്ട് ചെയ്യാം. മലമൂത്രമൊക്കെ തുറന്ന സ്ഥലത്താക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സിക്ക് വരും, അതായത് അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ അവർ പെട്ടെന്നൊക്കെ കെയർ ചെയ്യായിരുന്നു എന്ന് ആലോചിക്കാം. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. അപ്പോൾ ആ സംസ്ഥാനത്തൊക്കെ നിൽക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും രോഗം വരികയാണ്, എല്ലാവർക്കും സിക്ക് വരികയാണ്. അതുകൊണ്ട് ആരും അവിടെ നിൽക്കാറില്ല. അപ്പോൾ ജനസംഖ്യയൊക്കെ കുറവാണെന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അടുത്തത് മരത്തെ ബന്ധുവാക്കുന്ന നിയമം കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനമാണ് സിക്കിം. മരത്തെ ബന്ധുവാക്കുന്ന നിയമം കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനമാണ് സിക്കിം. അതെങ്ങനെ കണക്ട് ചെയ്യാം? മരമൊക്കെ ഉണ്ടെങ്കിൽ കുറേ അസുഖങ്ങളൊക്കെ മാറൂലേ മരം. അപ്പോൾ അവരെന്ത് ചെയ്യും? മരം നന്നായിട്ട് വെച്ച് പിടിപ്പിക്കുന്ന ആൾക്കാരാണ്, മരത്തെ ബന്ധുവായൊക്കെ കാണുന്ന ആൾക്കാരാണെന്നൊക്കെ വിചാരിക്കാം. ഭൂട്ടിയ വിഭാഗത്തിൻ്റെ പരമ്പരാഗത പുതുവർഷാഘോഷമായ ലെസൂങ് മേള നടക്കുന്ന സംസ്ഥാനമാണ് സിക്കിം. ഭൂട്ടിയ വിഭാഗത്തിൻ്റെ പരമ്പരാഗത പുതുവർഷാഘോഷമായ ലെസൂങ് മേള നടക്കുന്ന സംസ്ഥാനമാണ് സിക്കിം. അത് ജസ്റ്റ് ഒന്നിങ്ങനെ ലൊസൂങ് എന്ന് പറയുമ്പോൾ ലോ എന്ന് വേണ്ട ഫസ്റ്റത്തെ. അപ്പോൾ ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ LOW അങ്ങനെ പറഞ്ഞാൽ കുറവ് എന്നല്ലേ. അപ്പോൾ നമുക്ക് ഈ രോഗമൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആരോഗ്യം കുറയും, അങ്ങനെ എല്ലാത്തിനും ഒരു ഉഷാറ് കുറയും, അങ്ങനെയൊക്കെ ഒന്ന് കുറയും. ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് സിക്ക് വരുമ്പോൾ എല്ലാത്തിനോടും ഒരു ഒരു കുറവാണ്. അങ്ങനെ കുറവ് മീൻസ് ആരോഗ്യം കുറയും, നമുക്കിങ്ങനെ ഒരു ഉന്മേഷമൊക്കെ കുറയുന്ന പോലെ നമുക്ക് തോന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അടുത്തത് ഗൂർഖ വംശജർക്ക് ഭൂരിപക്ഷമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. ഗൂർഖ വംശജർക്ക് ഭൂരിപക്ഷമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. അപ്പോൾ ഗൂർഖ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഒരു കൂർക്കല്ലേ, കൂർക്ക എന്ന് പറയുന്ന സാധനം. അപ്പോൾ സിക്കൊക്കെ വരുമ്പോൾ അതൊക്കെ കഴിക്കുന്നത് നല്ലതാണെന്നൊക്കെ വിചാരിക്കാം കേട്ടോ. 1 ഫാമിലി 1 ജോബ് പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനമാണ് സിക്കിം. 1 ഫാമിലി 1 ജോബ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് സിക്കിം. അപ്പോൾ ഇങ്ങനെ സിക്കൊക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് ക്യാഷ് അവിടെ ചിലവാവില്ലേ. അപ്പോൾ എന്താണ്, ഒരു ഫാമിലിക്ക് എന്തായാലും ജോബ് വേണം, കാരണം ക്യാഷൊക്കെ നന്നായിട്ട് പോകും ഈ ഓരോരോ അസുഖങ്ങളൊക്കെ വരുമ്പം. അപ്പോൾ അങ്ങനെ എന്തായാലും ഒരു ഫാമിലിക്ക് ഒരു ജോബെങ്കിലും വേണം എന്ന് വിചാരിക്കാം കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി നിർമ്മൽ സ്റ്റേറ്റ് പദവി നേടിയ സംസ്ഥാനമാണ് സിക്കിം. ഇന്ത്യയിൽ ആദ്യമായി നിർമ്മൽ സ്റ്റേറ്റ് പദവി നേടിയ സംസ്ഥാനമാണ് സിക്കിം. 3 ലാമകളുടെ സംഗമ സ്ഥാനം എന്നറിയപ്പെടുന്ന സിക്കിമിൻ്റെ സ്ഥലമാണ് യുക്സാം. 3 ലാമകളുടെ സംഗമ സ്ഥാനം എന്നറിയപ്പെടുന്ന സിക്കിമിലെ സ്ഥലമാണ് യുക്സാം. ലെപ്ച, ഭൂട്ടിയ എന്നിവ ഈ സംസ്ഥാനത്തെ ജനതയാണ് സിക്കിം. ലെപ്ച, ഭൂട്ടിയ എന്നിവ ഈ സംസ്ഥാനത്തെ ജനതയാണ് സിക്കിം. നമുക്ക് ഭൂട്ടിയ എന്ന് ലെപ്ച എന്നൊന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഭൂട്ടിയ എന്ന് പറയുമ്പോൾ സിക്ക് അസുഖമൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങോട്ടും വിടുന്നില്ല, നമ്മൾ പൂട്ടിയിടുന്നൊക്കെ ഒന്ന് ആലോചിക്കാം കേട്ടോ. അടുത്തത് നിർമ്മൽ ഭാരത് അഭിയാൻ പ്രകാരം 100% ശുദ്ധീകരണ പ്രവർത്തനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് സിക്കിം. നിർമ്മൽ ഭാരത് അഭിയാൻ പ്രകാരം 100% ശുദ്ധീകരണ പ്രവർത്തനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് സിക്കിം. അപ്പോൾ എല്ലാവർക്കും സിക്ക് വരുന്നത് കൊണ്ട് അവിടെ നന്നായിട്ട് ശുചീകരണ പ്രവർത്തനമൊക്കെ നടത്തിയെന്നൊന്ന് ആലോചിക്കാം കേട്ടോ. അപ്പോൾ നിർമ്മൽ ഭാരത് അഭിയാൻ്റെ പ്രകാരമാണെന്നൊന്ന് കണക്ട് ചെയ്യാം. അടുത്തത് ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. അപ്പോൾ സിക്ക് ആയതുകൊണ്ട് പോയി ലോട്ടറി എടുക്കാനൊന്നും പറ്റിയില്ല, ഓൺലൈനായിട്ടാണ് ലോട്ടറി എടുത്തതെന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. നേപ്പാളി വംശജർക്ക് ഭൂരിപക്ഷമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. നേപ്പാളി വംശജർക്ക് ഭൂരിപക്ഷമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. ഭൂട്ടാനും നേപ്പാളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. ഭൂട്ടാനും നേപ്പാളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. അതൊക്കെ നമ്മളൊന്ന് മാപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സിക്കിമിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് മനസ്സിലാവുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന കേട്ടോ അതൊക്കെ. അതുപോലെ അടുത്തത് ദോഗ്ലാം എന്ന ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. ദോഗ്ലാം എന്ന ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. ഇന്ത്യയുടെ പ്രൊട്ടക്ടറേറ്റ് ആയിരിക്കുകയും പിന്നീട് സംസ്ഥാനമാവുകയും ചെയ്ത പ്രദേശമാണ് സിക്കിം. ഇന്ത്യയുടെ പ്രൊട്ടക്ടറേറ്റ് ആയിരിക്കുകയും പിന്നീട് സംസ്ഥാനമാവുകയും ചെയ്ത പ്രദേശമാണ് സിക്കിം. പ്രൊട്ടക്ടറേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊട്ടക്ഷൻ ആലോചിക്കാം. അസുഖമൊക്കെ വരുന്ന ആൾക്കാർ നമ്മൾ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് കണക്ട് ചെയ്യാം. നെല്ലിൻ്റെ താഴ്വര എന്നർത്ഥമുള്ള ഡെൻജോങ് എന്ന പുരാതന നാമം ഇന്ത്യയിലെ ഈ സംസ്ഥാനത്തിൻ്റെതാണ് സിക്കിം. നെല്ലിൻ്റെ താഴ്വര എന്നർത്ഥമുള്ള ഡെൻജോങ് എന്ന പുരാതന നാമം ഇന്ത്യയിലെ ഈ സംസ്ഥാനത്തിൻ്റെതാണ് സിക്കിം. ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ട ഭരണഘടകമാണ് സിക്കിം. ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ട ഭരണഘടകമാണ് സിക്കിം. അടുത്തത് തമിഴ്നാടാണ്. ഏത് സംസ്ഥാന സർക്കാരാണ് വിവരാവകാശ നിയമം ആദ്യമായി വിജയകരമായി നടപ്പാക്കിയത്? തമിഴ്നാട്. ഏത് സംസ്ഥാന സർക്കാരാണ് വിവരാവകാശ നിയമം ആദ്യമായി വിജയകരമായി നടപ്പാക്കിയത്? തമിഴ്നാട്. കമ്പാ
രാമായണത്തിൻ്റെ കർത്താവായ കമ്പർ ഏത് സംസ്ഥാനത്താണ് ജീവിച്ചിരിക്കുന്നത്? തമിഴ്നാട്. കമ്പ രാമായണത്തിൻ്റെ കർത്താവായ കമ്പർ ഏത് സംസ്ഥാനത്താണ് ജീവിച്ചിരിക്കുന്നത്? തമിഴ്നാട്. അടുത്തത് സ്വാതന്ത്ര്യാനന്തരം മിഡ് ഡേ മീൽ സ്കീം നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. സ്വാതന്ത്ര്യാനന്തരം മിഡ് ഡേ മീൽ സ്കീം നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിലെ മേജർ തുറമുഖങ്ങളാണ് ചെന്നൈ, തൂത്തുക്കുടി, എണ്ണൂർ. തമിഴ്നാട്ടിലെ മേജർ തുറമുഖങ്ങൾ ചെന്നൈ, തൂത്തുക്കുടി, എണ്ണൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സംഗീത മ്യൂസിയം സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ സംഗീത മ്യൂസിയം സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. അടുത്തത് ദക്ഷിണേന്ത്യയിൽ ലോക് അദാലത്ത് സംഘടിപ്പിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. ദക്ഷിണേന്ത്യയിൽ ലോക് അദാലത്ത് സംഘടിപ്പിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. ജവഹർ നവോദയ വിദ്യാലയമില്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. ജവഹർ നവോദയ വിദ്യാലയമില്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. നിലവിലെ ഏത് സംസ്ഥാനത്തിൻ്റെ ഭൂരിപക്ഷ മേഖലകളാണ് കർണാട്ടിക് പ്രദേശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്? തമിഴ്നാട്. നിലവിലെ ഏത് സംസ്ഥാനത്തിൻ്റെ ഭൂരിപക്ഷ മേഖലകളാണ് കർണാട്ടിക് പ്രദേശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്? തമിഴ്നാട്. മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. അടുത്തത് തെലങ്കാനയാണ്. തെലങ്കാന നിലവിൽ വന്ന സമയത്ത് തെലങ്കാന ഇന്ത്യയിലെ എത്രാമത്തെ സംസ്ഥാനമായിരുന്നു? 29. ഇപ്പോൾ എത്രയാണ്? 28. അടുത്തത് തെലങ്കാന സംസ്ഥാനത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയാണ് ചന്ദ്രശേഖർ റാവു. തെലങ്കാന സംസ്ഥാനത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയാണ് ചന്ദ്രശേഖർ റാവു. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന സംസ്ഥാനമാണ് തെലങ്കാന. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന സംസ്ഥാനമാണ് തെലങ്കാന. എന്ന് വന്നത് 2014 ജൂൺ 2. സ്റ്റേറ്റ് GST ബിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനമാണ് തെലങ്കാന. സ്റ്റേറ്റ് GST ബിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനമാണ് തെലങ്കാന. 2017 വന്നത്. നമ്മുടെ GST എന്ന് വന്നത് 2017. അടുത്തത് പ്രസിഡന്റ് ഭരണം നിലവിൽ വരാത്ത ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് തെലങ്കാന. പ്രസിഡന്റ് ഭരണം നിലവിൽ വരാത്ത ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് തെലങ്കാന. ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത ഹൈക്കോടതിയാണ് ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത ഹൈക്കോടതിയാണ് ഹൈദരാബാദ്. കോളേജ് ഓഫ് ഡിഫൻസ് മാനേജ്മെൻറ്റ് എവിടെയാണ്? സെക്കന്ദരാബാദ്. കോളേജ് ഓഫ് ഡിഫൻസ് മാനേജ്മെൻറ്റ് എവിടെയാണ്? സെക്കന്ദരാബാദ്. കുംഭമേള കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മേളയായ മേധാരം ജാതറ നടക്കുന്ന സംസ്ഥാനമാണ് തെലങ്കാന. കുംഭമേള കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മേളയായ മേധാരം ജാതറ നടക്കുന്ന സംസ്ഥാനമാണ് തെലങ്കാന. നമുക്കത് ഒന്ന് എങ്ങനെ കണക്ട് ചെയ്യാം? മേധാരം എന്ന് പറഞ്ഞാൽ താരം. ആരാണ് താരം? ആനയാണ് താരം എന്ന് ആലോചിക്കുക. പക്ഷെ വെറും ആനയല്ല. നമ്മൾ ഹരിയാനയിലൊക്കെ ആന വെച്ചിട്ടാണ് കണക്ട് ചെയ്തത്. അപ്പോൾ വെറും ആനയല്ല, നല്ല തലയെടുപ്പുള്ള ആനയാണ് താരമാവുക. കുറേ ആനകളുണ്ടാവും, അതിലൊക്കെ ഒന്നുകൂടി തലയെടുപ്പുള്ള ആനയ്ക്ക് താരം എന്നൊന്ന് കണക്ട് ചെയ്യുക. അടുത്തത് തെലങ്കാനയിലെ പ്രസിദ്ധമായ വജ്രഖനിയാണ് ഗോൽക്കൊണ്ട. തെലങ്കാനയിലെ പ്രസിദ്ധമായ വജ്രഖനിയാണ് ഗോൽക്കൊണ്ട. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി എവിടെയാണ്? ഹൈദരാബാദ്. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി എവിടെയാണ്? ഹൈദരാബാദ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണ്? ഹൈദരാബാദ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണ്? ഹൈദരാബാദ്. അപ്പോൾ നമ്മൾ ഹൈ ആവണമെങ്കിൽ നല്ല ന്യൂട്രീഷൻ ഫുഡൊക്കെ കഴിക്കണം എന്ന് വിചാരിക്കാം കേട്ടോ. അടുത്തത് കൃഷിക്കായി ഒരു പ്രത്യേക ബജറ്റ് തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനമാണ് തെലങ്കാന. കൃഷിക്കായി ഒരു പ്രത്യേക ബജറ്റ് തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനമാണ് തെലങ്കാന. നക്സലൈറ്റ് പ്രവർത്തനത്തിന് കുപ്രസിദ്ധമായ വാറങ്ങൽ ഏത് സംസ്ഥാനത്താണ്? തെലങ്കാന. നക്സലൈറ്റ് പ്രവർത്തനത്തിന് കുപ്രസിദ്ധമായ വാറങ്ങൽ ഏത് സംസ്ഥാനത്താണ്? തെലങ്കാന. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് സ്ഥാപിച്ച സംസ്ഥാനമാണ് തെലങ്കാന. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് സ്ഥാപിച്ച സംസ്ഥാനമാണ് തെലങ്കാന. അടുത്തത് ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലമാണ് പോച്ചമ്പള്ളി. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലമാണ് പോച്ചമ്പള്ളി. പോച്ചമ്പള്ളി എവിടെയാണ്? തെലങ്കാന. ഹൈടെക് സിറ്റി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നഗരമാണ് ഹൈദരാബാദ്. ഹൈടെക് സിറ്റി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നഗരമാണ് ഹൈദരാബാദ്. ഹൈടെക് ഹൈദരാബാദ്. സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന തെലങ്കാനയിലെ ഉത്സവമാണ് ബാതുക്കമ്മ. സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന തെലങ്കാനയിലെ ഉത്സവമാണ് ബാതുക്കമ്മ. കമ്മ എന്ന് പറയുമ്പോൾ അമ്മ എന്നാലോചിക്കുക. അമ്മ എന്ന് പറയുമ്പോൾ സ്ത്രീ. അങ്ങനെയൊന്ന് കണക്ട് ചെയ്യാം. അടുത്തത് ത്രിപുരയാണ്. ഇന്ത്യയുടെ രണ്ടാം റബ്ബർ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ത്രിപുര. ഇന്ത്യയുടെ രണ്ടാം റബ്ബർ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ത്രിപുര. ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര. ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ 7 സംസ്ഥാനങ്ങളിൽ ഏറ്റവും വിസ്തീർണം കുറഞ്ഞത് ത്രിപുര. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ 7 സംസ്ഥാനങ്ങളിൽ ഏറ്റവും വിസ്തീർണം കുറഞ്ഞത് ത്രിപുര. ത്രിപുരയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലത്തെ ഭരണ സംവിധാനം ഏർപ്പെടുത്തിയ രാജാവാണ് മഹാരാജ മാണിക്യ ബഹാദൂർ. ത്രിപുരയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലത്തെ ഭരണ സംവിധാനം ഏർപ്പെടുത്തിയ രാജാവാണ് മഹാരാജ മാണിക്യ ബഹാദൂർ. ത്രിപുരയിലെ ആദിവാസി
ആദിവാസി വീടുകളുടെ പേരാണ് ടോങ്. ത്രിപുരയിലെ ആദിവാസി വീടുകളുടെ പേര് ടോങ്. 3 വശവും അയൽരാജ്യത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര. 3 വശവും അയൽരാജ്യത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര. അടുത്തത് ഉത്തർപ്രദേശാണ്. 8 അയൽ സംസ്ഥാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 8 അയൽ സംസ്ഥാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അപ്പോൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടുമെന്ന് കണക്ട് ചെയ്യാം. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ നഗരമാണ് കാൺപൂർ. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ നഗരമാണ് കാൺപൂർ. അത് കാണാൻ മാത്രം ഉണ്ടെന്ന് കണക്ട് ചെയ്യാം കേട്ടോ. കാൺപൂർ പറയുമ്പോൾ കാണാൻ മാത്രം ഉണ്ട് എന്ന്. ഏറ്റവും കൂടുതൽ പത്രങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ പത്രങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യ എവിടെയാണ് സംസ്ഥാനം? ഉത്തർപ്രദേശ്. അപ്പോൾ അവിടെ കൂടുതൽ ആൾക്കാരുണ്ടതുകൊണ്ട് കൂടുതൽ പേര് പത്രങ്ങൾ വാങ്ങുന്നതൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. ദേശീയ സമരത്തിൻ്റെ ഭാഗമായി നടന്ന ചൗരി ചൗര സംഭവം ഉത്തർപ്രദേശിലെ ഏത് ജില്ലയിലാണ് നടന്നത്? ഗോരഖ്പൂർ. ദേശീയ സമരത്തിൻ്റെ ഭാഗമായി നടന്ന ചൗരി ചൗര സംഭവം ഉത്തർപ്രദേശിലെ ഏത് ജില്ലയിലാണ് നടന്നത് ചോദിച്ചാൽ ഗോരഖ്പൂർ. ഇന്ത്യയിൽ ആദ്യമായി DPEP ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി DPEP ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. നമുക്ക് ആ DPEPയിലെ ഇപ്പി എടുക്കുക. ലാസ്റ്റ് EP എന്നുണ്ട്. ഇപ്പി നമ്മൾ നൂഡിൽസ്, മാഗി, അതുപോലെ തന്നെ ഒരു ഇപ്പി എന്ന് പറയുന്ന സംഭവം കൂടി ഇല്ലേ? അപ്പോൾ ഉത്തരം പറയുകയാണെങ്കിൽ ഇപ്പി തരാമെന്നൊന്ന് കണക്ട് ചെയ്യാം. അടുത്തത്, ഇന്ത്യൻ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പദം വഹിച്ച ആദ്യ ദളിത് വനിതയാണ് മായാവതി. ഇന്ത്യൻ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പദം വഹിച്ച ആദ്യ ദളിത് വനിതയാണ് മായാവതി. മുത്തലാഖ് ബിൽ അംഗീകരിച്ച ആദ്യ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. മുത്തലാഖ് ബിൽ അംഗീകരിച്ച ആദ്യ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണിറ്റി കിച്ചണുകളെ ജിയോ ടാഗ് ചെയ്ത സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണിറ്റി കിച്ചണുകളെ ജിയോ ടാഗ് ചെയ്ത സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നതിന് തീരുമാനിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നതിന് തീരുമാനിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അടുത്തത്, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയത് ഉത്തർപ്രദേശ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയത് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ വില്ലേജുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ വില്ലേജുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ബ്രഹ്മമഹർഷി ദേശം, മധ്യദേശം എന്നീ പേരുകൾ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ബ്രഹ്മമഹർഷി ദേശം, മധ്യദേശം എന്നീ പേരുകൾ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. മധ്യദേശം എന്നൊന്നും വരുമ്പോൾ പെട്ടെന്ന് മധ്യപ്രദേശ് ഒന്നും എഴുതരുത്. അതുപോലെ തന്നെ ബ്രഹ്മമഹർഷി ദേശം എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രഹ്മം എന്ന് പറയുമ്പോൾ എന്താ? അറിവുള്ളവരാണല്ലോ നന്നായിട്ട് ഉത്തരം പറയുക. അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അടുത്തത്, ആര്യവർത്തം എന്ന് അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ഉത്തർപ്രദേശ്. ആര്യവർത്തം എന്ന് അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ ദേശീയ സ്മാരകങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ ദേശീയ സ്മാരകങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരണങ്ങൾ ഇറങ്ങുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരണങ്ങൾ ഇറങ്ങുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൻ്റെ നീതിന്യായ തലസ്ഥാനമാണ് അലഹബാദ്. ഉത്തർപ്രദേശിൻ്റെ നീതിന്യായ തലസ്ഥാനമാണ് അലഹബാദ്. നമുക്കിങ്ങനെ കണക്ട് ചെയ്യാം. അലഹബാദ് എന്ന് പറയുമ്പോൾ അലമ്പ് എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. അലമ്പാണെങ്കിൽ നമ്മൾ നീതിന്യായത്തിന് മുന്നിൽ നിന്ന് ഉത്തരം പറയേണ്ടി വരുമെന്ന് ആലോചിക്കുക കേട്ടോ. അടുത്തത്, ഗംഗാനദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഗംഗാനദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിന് സാമ്പത്തിക വ്യവസായ തലസ്ഥാനമാണ് കാൺപൂർ. ഉത്തർപ്രദേശിൻ്റെ സാമ്പത്തിക വ്യവസായിക തലസ്ഥാനമാണ് കാൺപൂർ. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമം ഏതു സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമം ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ ആത്മീയ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് വാരണാസി. ഇന്ത്യയുടെ ആത്മീയ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് വാരണാസി. അടുത്തത്, ഉത്തരാഖണ്ഡാണ്. ഏത് സംസ്ഥാനത്താണ് റാണിഖേദ് എന്ന സുഖവാസ കേന്ദ്രം? ഉത്തരാഖണ്ഡ്. ഏത് സംസ്ഥാനത്താണ് റാണിഖേദ് എന്ന സുഖവാസ കേന്ദ്രം? ഉത്തരാഖണ്ഡ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ ഗ്രാവിറ്റി ഡാമാണ് തെഹ്രി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഗ്രാവിറ്റി ഡാമാണ് തെഹ്രി. 1922 റോയൽ ഇന്ത്യ മിലിറ്ററി കോളേജ്, ഇപ്പോൾ രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് എവിടെയാണ്? ഡെറാഡൂൺ. 1922 റോയൽ ഇന്ത്യൻ മിലിറ്ററി കോളേജ്, ഇപ്പോൾ എന്താണ്? രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് എവിടെയാണ്? ഡെറാഡൂൺ. സ്കൂൾ സിറ്റി എന്നറിയപ്പെടുന്നത് ഡെറാഡൂൺ. സ്കൂൾ സിറ്റി ഡെറാഡൂൺ. പൂക്കളുടെ താഴ്വര കണ്ടെത്തിയ ഇംഗ്ലീഷ് പർവ്വതാരോഹകനാണ് ഫ്രാങ്ക് സ്മിത്ത്. പൂക്കളുടെ താഴ്വര കണ്ടെത്തിയ ഇംഗ്ലീഷ് പർവ്വതാരോഹകനാണ് ഫ്രാങ്ക് സ്മിത്ത്.
ഗംഗ ഉത്ഭവിക്കുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. യമുന ഉത്ഭവിക്കുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അപ്പോൾ ഗംഗ യമുന ഉത്ഭവിക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ്? ഡെറാഡൂൺ. ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ്? ഡെറാഡൂൺ. വനത്തിലെ തീപിടുത്തം നിരീക്ഷിക്കാൻ ഡ്രോണുകളെ ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. വനത്തിലെ തീപിടുത്തം നിരീക്ഷിക്കാൻ ഡ്രോണുകളെ ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈഡ്രോളജി റൂർക്കി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈഡ്രോളജിയാണ് റൂർക്കി. ഏത് സംസ്ഥാനത്തിൻ്റെ വേനൽക്കാല തലസ്ഥാനമാണ് ഗൈർസെയിൽ? ഉത്തരാഖണ്ഡ്. ഏത് സംസ്ഥാനത്തിൻ്റെ വേനൽക്കാല തലസ്ഥാനമാണ് ഗൈർസെയിൽ? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിൽ കുംഭമേള നടക്കുന്ന സ്ഥലമാണ് ഹരിദ്വാർ. ഉത്തരാഖണ്ഡിൽ കുംഭമേള നടക്കുന്ന സ്ഥലമാണ് ഹരിദ്വാർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ DGP ആണ് കാഞ്ചൻ ഭട്ടാചാര്യ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ DGP ആണ് കാഞ്ചൻ ഭട്ടാചാര്യ. അടുത്തത് ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. തീർത്ഥാടന കേന്ദ്രമായ ഹരിദ്വാർ ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. തീർത്ഥാടന കേന്ദ്രമായ ഹരിദ്വാർ ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ഏത് നദിയുടെ തീരത്താണ് ഡെറാഡൂൺ? ടോൺസ്. ഏത് നദിയുടെ തീരത്താണ് ഡെറാഡൂൺ എന്ന് പറഞ്ഞാൽ ടോൺസ്. അപ്പോൾ ഡെറാഡൂൺ ടോൺസ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യും. ഇന്ത്യയിൽ IAS ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം എവിടെയാണ്? മസൂറി. ഇന്ത്യയിൽ IAS ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം എവിടെയാണ്? മസൂറി എന്ന് പറയുമ്പോൾ മസ്റ്റ് ഇടുന്നുണ്ട്. മസ്റ്റ് അപ്പോൾ IAS ഉദ്യോഗസ്ഥർക്കൊക്കെ പരിശീലനം മസ്റ്റായിട്ട് കൊടുക്കണമെന്ന് കണക്ട് ചെയ്യാം. സപ്തർഷി ആശ്രമം എവിടെയാണ്? ഹരിദ്വാർ. സപ്തർഷി ആശ്രമം എവിടെയാണ്? ഹരിദ്വാർ. ഗംഗ കനാൽ ശൃംഖല ആരംഭിക്കുന്നത് എവിടെയാണ്? ഹരിദ്വാർ. ഗംഗാനദി ഉത്ഭവിക്കുന്ന നമ്മൾ പറഞ്ഞില്ലേ ഉത്തരാഖണ്ഡിലാണെന്ന്. അപ്പോൾ ഗംഗാ കനാലും ഹരിദ്വാറാണെന്ന് അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ. ഏത് വർഷമാണ് ഉത്തരാഞ്ചൽ എന്ന പേര് ഉത്തരാഖണ്ഡ് എന്ന് മാറിയത്? 2006. ഏത് വർഷമാണ് ഉത്തരാഞ്ചൽ എന്ന പേര് ഉത്തരാഖണ്ഡ് എന്ന് മാറിയത്? 2006. ഏത് സംസ്ഥാനത്തെ സമ്പദ് വ്യവസ്ഥയാണ് മണി ഓർഡർ സമ്പദ് വ്യവസ്ഥ എന്നറിയപ്പെടുന്നത്? ഉത്തരാഖണ്ഡ്. ഏത് സംസ്ഥാനത്തെ സമ്പദ് വ്യവസ്ഥയാണ് മണി ഓർഡർ സമ്പദ് വ്യവസ്ഥ എന്നറിയപ്പെടുന്നത്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത് പിത്തോർഡർ. ഉത്തരാഖണ്ഡിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത് പിത്തോർഗഡ്. അടുത്തത് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനമാണ് ഡെറാഡൂൺ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച ഉത്തരാഖണ്ഡിലെ കുന്നുകളാണ് ഗണ്ഡ്വാൾ. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച ഉത്തരാഖണ്ഡിലെ കുന്നുകളാണ് ഗണ്ഡ്വാൾ. അടുത്തത് പൂക്കളുടെ താഴ്വര ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. പൂക്കളുടെ താഴ്വര ഉത്തരാഖണ്ഡ്. ഹെയ്ലി നാഷണൽ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന പേരാണ് കോർബറ്റ് നാഷണൽ പാർക്ക്. ഹെയ്ലി നാഷണൽ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന പേരാണ് കോർബറ്റ് നാഷണൽ പാർക്ക്. അതെവിടെയാണ് കോർബറ്റ് നാഷണൽ പാർക്ക്? ഉത്തരാഖണ്ഡിൽ. ഏത് സംസ്ഥാനത്തിലാണ് നന്ദാദേവി കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ്. ഏത് സംസ്ഥാനത്തിലാണ് നന്ദാദേവി കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ്. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യജാലങ്ങളുടെ സംരക്ഷണത്തെക്കുറിച്ച് റിപ്പോർട്ട് പുറത്തിറക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യജാലങ്ങളുടെ സംരക്ഷണത്തെക്കുറിച്ച് റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അൽമോറ സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. അപ്പോൾ അൽമോറ സുഖവാസ കേന്ദ്രം ഉത്തരാഖണ്ഡ്. അടുത്തത് ലോകത്തിൻ്റെ യോഗ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഋഷികേശ്. ലോകത്തിൻ്റെ യോഗ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഋഷികേശ്. അതെവിടെയാണ്? ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജാണ് റൂർക്കി. ഇന്ത്യയിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജാണ് റൂർക്കി. ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള എഞ്ചിനീയറിംഗ് കോളേജ് തന്നെയാണ് റൂർക്കി. ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള എഞ്ചിനീയറിംഗ് കോളേജാണ് റൂർക്കി. ഇന്ത്യയിൽ പബ്ലിക് സ്കൂളുകളുടെ മെക്ക എന്നറിയപ്പെടുന്നത് ഡെറാഡൂൺ. ഇന്ത്യയിലെ പബ്ലിക് സ്കൂളുകളുടെ മെക്ക എന്നറിയപ്പെടുന്നത് ഡെറാഡൂൺ. അടുത്തത് പശ്ചിമ ബംഗാളിന് നോക്കാം. വിവാഹത്തിന് മുമ്പ് രക്തപരിശോധന നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. വിവാഹത്തിന് മുമ്പ് രക്തപരിശോധന നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ആദ്യമായി വൃക്ഷങ്ങൾക്ക് തിരിച്ചറിയൽ കാർഡ് നൽകിയ മുനിസിപ്പാലിറ്റിയാണ് കൊന്നഗർ. ഇന്ത്യയിൽ ആദ്യമായി വൃക്ഷങ്ങൾക്ക് തിരിച്ചറിയൽ കാർഡ് നൽകിയ മുനിസിപ്പാലിറ്റിയാണ് കൊന്നഗർ. അപ്പോൾ കൊന്നഗർ എന്ന് പറയുമ്പോൾ കൊല്ലുന്നതിന് മുമ്പ് വൃക്ഷങ്ങൾക്ക് തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കണം എന്നൊന്ന് ആലോചിക്കുക. ഇനി കൊന്നഗർ എവിടെയാണ്? പശ്ചിമ ബംഗാൾ. അപ്പോൾ മരത്തിനെ കൊന്നുണ്ടെങ്കിൽ നമ്മൾ പശ്ചാത്താപിക്കേണ്ടി വരുന്നു. കണക്ട് ചെയ്യാം കേട്ടോ. അടുത്തത് ഇന്ത്യയുടെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗമായ സിലിഗുരി കോറിഡോർ ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. ഇന്ത്യയുടെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗമായ സിലിഗുരി കോറിഡോർ ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ പേരാണ് റൈറ്റേഴ്സ് ബിൽഡിംഗ്. പശ്ചിമ ബംഗാളിൻ്റെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ പേരാണ് റൈറ്റേഴ്സ് ബിൽഡിംഗ്. പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിൽ നക്സൽബാരി സായുധ കലാപം നടന്ന വർഷമാണ് 1967. പശ്ചിമ ബംഗാളിൻ്റെ ഡാർജിലിംഗ് ജില്ലയിൽ നക്സൽബാരി സായുധ കലാപം നടന്ന വർഷമാണ് 1967.
ശാന്തിനികേതൻ ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. ശാന്തിനികേതൻ ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. സെൻട്രൽ ഇൻലാൻഡ് ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ബാരക്പൂർ. സെൻട്രൽ ഇൻലാൻഡ് ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ബാരക്പൂർ. അടുത്തത് ഡാർജിലിംഗ് ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. ഡാർജിലിംഗ് ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. ഫിഷിംഗ് ക്യാറ്റ് മീൻപിടുത്തക്കാരൻ പൂച്ച ഏത് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മൃഗമാണ്? പശ്ചിമ ബംഗാൾ. അപ്പോൾ ക്യാറ്റ് മീനിനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതിന് പൂച്ചയ്ക്ക് ഭയങ്കര പശ്ചാത്താപമാണെന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? പശ്ചിമ ബംഗാൾ. ഹിമാലയവുമായി സമുദ്രവുമായും അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഹിമാലയവുമായും സമുദ്രമായും അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്. അടുത്തത് മിന്നൽ പിണറുകളുടെ നാട് എന്ന പേരിന് അർത്ഥമുള്ള ബംഗാളിൻ്റെ സ്ഥലമാണ് ഡാർജിലിംഗ്. മിന്നൽ പിണറുകളുടെ നാട് എന്ന പേരിന് അർത്ഥമുള്ള ബംഗാളിൻ്റെ സ്ഥലമാണ് ഡാർജിലിംഗ്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത. സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറി എവിടെയാണ്? കൊൽക്കത്ത. സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറി എവിടെയാണ്? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജായ ബേത്തൂൺ കോളേജ് എവിടെയാണ്? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജായ ബേത്തൂൺ കോളേജ് എവിടെയാണ് നിലവിൽ വന്നത്? കൊൽക്കത്ത. അടുത്തത് ഇന്ത്യയിൽ ആദ്യത്തെ നേത്ര ബാങ്ക് സ്ഥാപിതമായ നഗരമാണ് കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ നേത്ര ബാങ്ക് സ്ഥാപിതമായ നഗരമാണ് കൊൽക്കത്ത. സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത. സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിയം എവിടെയാണ്? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിയം കൊൽക്കത്ത. കൊട്ടാരങ്ങളുടെ നഗരം കൊൽക്കത്ത. കൊട്ടാരങ്ങളുടെ നഗരം കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യ ആധുനിക സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത് കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത് കൊൽക്കത്ത. അടുത്തത് ബക്രേശ്വർ ജിയോ തെർമൽ ഏരിയ ഏത് സംസ്ഥാനത്താണ്? ബംഗാൾ. ബക്രേശ്വർ ജിയോ തെർമൽ ഏരിയ ഏത് സംസ്ഥാനത്താണ്? ബംഗാൾ. അപ്പോൾ ബക്രേശ്വറിൻ്റെ ബായും ബംഗാളിൻ്റെ ബായൊക്കെ ഒന്ന് അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ. ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ് ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയാണ്? കൊൽക്കത്ത. ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ് ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയാണ്? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ ടെലഗ്രാഫ് ലൈൻ കൊൽക്കത്ത ഡയമണ്ട് ഹാർബറാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ടെലഗ്രാഫ് ലൈന് കൊൽക്കത്ത ഡയമണ്ട് ഹാർബർ. ഇന്ത്യയിൽ ആദ്യത്തെ ഒഴുകുന്ന മാർക്കറ്റ് കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യത്തെ ഒഴുകുന്ന മാർക്കറ്റ് കൊൽക്കത്ത. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ സിനിമാ ഹാൾ കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ സിനിമാ ഹാളാണ് കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച നഗരം കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച നഗരം കൊൽക്കത്ത. കൊൽക്കത്ത നഗരം സ്ഥാപിച്ചത് ജോബ് ചാർണോക്ക്. കൽക്കത്ത നഗരം സ്ഥാപിച്ചത് ജോബ് ചാർണോക്ക്. ഡാർജിലിംഗ് ഏത് സംസ്ഥാനത്താണ്? ബംഗാൾ. ഡാർജിലിംഗ് ഏത് സംസ്ഥാനത്താണ്? ബംഗാൾ. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സ്ഥാപിതമായ നഗരമാണ് കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സ്ഥാപിതമായ നഗരം കൊൽക്കത്ത. ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല എവിടെയാണ്? കൊൽക്കത്ത. ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല എവിടെയാണ്? കൊൽക്കത്ത. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഓർഡിനൻസ് ഫാക്ടറി കോസിപ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഓർഡിനൻസ് ഫാക്ടറി കോസിപ്പൂർ. ഉത്തരായന രേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരമാണ് കൊൽക്കത്ത. ഉത്തരായന രേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരമാണ് കൊൽക്കത്ത. ഹാൽദിയ ഏത് നിലയിൽ പ്രസിദ്ധമാണ്? എണ്ണ ശുദ്ധീകരണശാല. ഹാൽദിയ ഏത് നിലയിൽ പ്രസിദ്ധമാണ്? എണ്ണ ശുദ്ധീകരണശാല. ഇന്ത്യയിലെ ആദ്യത്തെ വൈദ്യുതീകരിക്കപ്പെട്ട നഗരമാണ് കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ വൈദ്യുതീകരിക്കപ്പെട്ട നഗരമാണ് കൊൽക്കത്ത. സെൻട്രൽ ജൂട്ട് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കൊൽക്കത്ത. സെൻട്രൽ ജൂട്ട് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗശാലയാണ് സുവോളജിക്കൽ ഗാർഡൻസ് കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗശാലയാണ് സുവോളജിക്കൽ ഗാർഡൻ കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്ര നഗരമാണ് കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്ര നഗരം കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോടതി നിലവിൽ വന്നത് എവിടെയാണ്? മാൾഡ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോടതി നിലവിൽ വന്നത് എവിടെ? മാൾഡ. അപ്പോൾ വനിതാ കോടതി ആയതുകൊണ്ട് മാള് പോലെയാണ് ഉണ്ടാക്കിയെന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി ലിഫ്റ്റ് സ്ഥാപിക്കപ്പെട്ട നഗരമാണ് കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യമായി ലിഫ്റ്റ് സ്ഥാപിക്കപ്പെട്ട നഗരം കൊൽക്കത്ത. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഈറ്റില്ലം എന്ന് വിളിപ്പേരുള്ള നഗരമാണ് കൊൽക്കത്ത. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഈറ്റില്ലം എന്ന് വിളിപ്പേരുള്ള നഗരമാണ് കൊൽക്കത്ത. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ യൂണിവേഴ്സിറ്റി കൊൽക്കത്ത. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ യൂണിവേഴ്സിറ്റി കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യമായി ടെലിഫോൺ നിലവിൽ വന്ന നഗരമാണ് കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യമായി ടെലിഫോൺ നിലവിൽ വന്ന നഗരമാണ് കൊൽക്കത്ത. അടുത്തത് കാളിഘട്ട് നഗരത്തിൻ്റെ ഇപ്പോഴത്തെ പേര് കൊൽക്കത്ത. കാളിഘട്ട് നഗരത്തിൻ്റെ ഇപ്പോഴത്തെ പേരാണ് കൊൽക്കത്ത. ഇന്ത്യയിൽ ഭൗമസൂചക പദവി ലഭിച്ച ആദ്യ ഉൽപ്പന്നമാണ് ഡാർജിലിംഗ് ടീ. ഇന്ത്യയിൽ ഭൗമസൂചക പദവി ലഭിച്ച ആദ്യ ഉൽപ്പന്നമാണ് ഡാർജിലിംഗ് ടീ.
ഡാർജിലിംഗ് ടീ പശ്ചിമ ബംഗാളിലാണെന്ന് എങ്ങനെ കണക്ട് ചെയ്യാം? നമുക്ക് പശ്ചാത്താപമൊക്കെ വരുമ്പോൾ നമ്മുടെ ഡാർലിങ്ങിനെയും കൊണ്ട് ടീ കുടിക്കാനൊക്കെ പുറത്ത് പോകുന്നത് കണക്ട് ചെയ്യാം കേട്ടോ. ആധുനിക ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവാണ് PC റേ. ആധുനിക ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവാണ് PC റേ. ഇന്ത്യയിലെ ആദ്യത്തെ ഫിനാൻഷ്യൽ ആർക്കൈവ് സ്ഥാപിച്ചത് എവിടെയാണ്? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ ഫിനാൻഷ്യൽ ആർക്കൈവ് സ്ഥാപിച്ചത് എവിടെയാണ്? കൊൽക്കത്ത. മദർ തെരേസയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് മദർ ഹൗസ്, കൊൽക്കത്ത. മദർ തെരേസയുടെ അന്ത്യവിശ്രമ സ്ഥലം മദർ ഹൗസ്, കൊൽക്കത്ത. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അടുത്തത് ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന അക്കാദമിക് വിദഗ്ധനാണ് അശുതോഷ് മുഖർജി. ബംഗാൾ കടുവ എന്നറിയപ്പെട്ട അക്കാദമിക് വിദഗ്ധനാണ് അശുതോഷ് മുഖർജി. കൽക്കട്ട സർവകലാശാലയിലെ ആദ്യ ബിരുദധാരിയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. കൽക്കട്ട സർവകലാശാലയിലെ ആദ്യ ബിരുദധാരിയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. വിക്ടോറിയ മെമ്മോറിയൽ എവിടെയാണ്? കൊൽക്കത്ത. വിക്ടോറിയ മെമ്മോറിയൽ എവിടെയാണ്? കൊൽക്കത്ത. രാജാറാം മോഹൻ റോയ് ലൈബ്രറി ഫൗണ്ടേഷൻ എവിടെയാണ്? കൊൽക്കത്ത. രാജാറാം മോഹൻ റോയ് ലൈബ്രറി ഫൗണ്ടേഷൻ എവിടെയാണ്? കൊൽക്കത്ത. ജ്യോതി ബസുവിനു ശേഷം ബംഗാൾ മുഖ്യമന്ത്രിയായത് ബുദ്ധദേവ് ഭട്ടാചാര്യ. ജ്യോതി ബസുവിനു ശേഷം ബംഗാൾ മുഖ്യമന്ത്രിയായത് ബുദ്ധദേവ് ഭട്ടാചാര്യ. അടുത്തത് ഏത് ഇന്ത്യൻ നഗരമാണ് 19-ാം നൂറ്റാണ്ടിൽ അതിൻ്റെ പ്രതാപകാലത്ത് കിഴക്കിൻ്റെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്നറിയപ്പെട്ടിരുന്നത്? കൊൽക്കത്ത. ഏത് ഇന്ത്യൻ നഗരമാണ് 19-ാം നൂറ്റാണ്ടിൽ അതിൻ്റെ പ്രതാപകാലത്ത് കിഴക്കിൻ്റെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്നറിയപ്പെട്ടിരുന്നത്? കൊൽക്കത്ത. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ 28 സംസ്ഥാനങ്ങൾ നമ്മൾ കോഡ് ഉപയോഗിച്ച് പറ്റുന്ന രീതിയിലൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ് എടുത്തതിൽ ഇന്ന് 2-3 പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാലോ. ആദ്യം 1 ഫാമിലി 1 ജോബ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതായിരുന്നു? 1 ഫാമിലി 1 ജോബ്. നമ്മളെന്താ പറഞ്ഞത്? സിക്കൊക്കെ എല്ലാവർക്കും വരും. അപ്പോൾ ഒരു ഫാമിലിയിൽ ഒരു ജോബ് എന്തായാലും വേണം. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തില്ലേ. അതുപോലെ തന്നെ കുംഭമേള കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മേളയായ മേധാരം ജാതറ നടക്കുന്ന സംസ്ഥാനം എവിടെയാണെന്ന് പറഞ്ഞേ? മേധാരം എന്ന് പറയുമ്പോൾ താരം. ആരാണ് താരം? തലയെടുപ്പുള്ള ആനയാണ് താരം എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ? തെലുങ്കാന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണക്ട് ചെയ്തില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എടുത്ത ക്ലാസ്സും അതുപോലെ നമ്മൾ കോഡ് ഉപയോഗിച്ചൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്ലാസ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.